പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ ആശങ്കയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സച്ചിദാനന്ദ മാഷ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയ സമയത്ത് തുടങ്ങിയ പരിപാടിയാണ് എൻ്റെ രചനാലോകങ്ങൾ എന്ന പേരിൽ വളരെ പ്രമുഖരായ എഴുത്തുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സംഭാഷണം നടക്കുന്നത്. അവിടെയും ഏതാണ്ട് ഇങ്ങനെയാണ്. ഇവിടെ രാമതലത്തിൽ വെച്ച് ഒരു പ്രോഗ്രാം നടന്നു. അക്കിത്തമാണോ ആറ്റൂരാണോ എന്ന് പങ്കെടുത്ത് എനിക്ക് ഓർമ്മയില്ല. ഞാനതിൽ ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വന്ന വഴിക്ക് എല്ലാവരും ചായ കുടിച്ചു. പിന്നെ ഈ കാര്യം പറയലാണ്. പറയുന്നത് വലിയ എഴുത്തുകാരാണ്. അക്കിത്തം ആയാലും ആറ്റൂരായാലും വലിയ എഴുത്തുകാരാണ്. നമുക്ക് അവിടെ ചെന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ആളെന്താണ്, അദ്ദേഹം ജീവിതാനുഭവങ്ങൾ എന്തെല്ലാമാണ് എന്നറിയാനുള്ള വലിയൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ എന്തു പറഞ്ഞാലും നമുക്കത് പുതിയതാണ്, നമുക്കത് വിലപ്പെട്ടതാണ്. കാലം ഇങ്ങനെ മാറി മാറി അവരൊക്കെ അവരുടെ വഴിക്ക് പോയി. അവസരം ഇപ്പോൾ വേദിയിൽ നിൽക്കുന്നത് ഞാനാണ് എന്നാലോചിക്കുമ്പോൾ എനിക്കൊരു ഉൾക്കടിലം ഉണ്ടാകുന്നുമുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. ഞാൻ വിചാരിച്ചത് നാടകം നടക്കുകയാണല്ലോ, അപ്പോൾ വലിയൊരു ഒഴുക്ക് അങ്ങോട്ടുണ്ടാവും. തട്ടിത്തടഞ്ഞ് അവിടെ സീറ്റ് കിട്ടാത്ത ആരെങ്കിലും സംഗീത നാടക അക്കാദമി കയറാൻ പറ്റില്ല, എന്നാൽ പിന്നെ സാഹിത്യ അക്കാദമി ആവാം. ഇവിടെയാണെങ്കിലും നന്നായിട്ട് ഒഴിവുള്ള കുറേ കസേരകളോട് കയറിയിരിക്കും. അവരോട് എന്തും പറയാം. അവർ അക്കാദമിയിൽ ഇരിക്കാൻ വന്നതാണ്. ആ ധൈര്യത്തിലാണ് ഞാൻ വന്നത്. അപ്പം എനിക്ക് ആ ധൈര്യം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം, പല കാരണങ്ങളും ഒന്ന് ഈ സദസ്സ് തന്നെയാണ്. കെ വി രാമകൃഷ്ണൻ മാഷ് കൃത്യസമയത്ത് തന്നെ വന്നു. മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാവിശികയിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് ഇതിങ്ങനെയാണോ വേണ്ടത് എന്ന് മാഷ് ചോദിക്കും. അങ്ങനെയുള്ള ഒരാൾ ഈ സദസ്സിൽ ഇരിക്കുന്നുള്ള വേവലാതി ഒന്ന്. പിന്നെ ഇത് ഏൽക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു സച്ചിദാനന്ദ മാഷ് എന്തായാലും വരില്ല. അപ്പം നമുക്ക് സമാധാനമായിട്ട് പറയാം. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞവർക്ക് ഞാൻ മാഷടുത്ത് ചെന്നു. കാരണം മാഷ് പോവല്ലേ എന്ന് ചോദിക്കാനാണ് ഞാൻ ചെന്നത്. മാഷ് പറഞ്ഞല്ല, ഞാൻ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇരിക്കാം, ആ ചർച്ചയ്ക്കാകുമ്പോഴേക്കും ഞാൻ പോകും എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആകെപ്പാടൊരു പ്രയാസമാണ് നിൽക്കുന്നത്. നേരത്തെ ഈ ചരമകോളത്തെക്കുറിച്ചൊക്കെ EP പറയണ്ടായി. ഏതാണ്ട് ആ ഒരു സ്ഥലത്ത് എനിക്കൊരു പ്രവേശനം കിട്ടിയ മട്ടിലാണ് നാട്ടിലാകെ കാര്യങ്ങൾ. നാട്ടിൽ മുഴുവൻ ഫ്ലെക്സ് വരുന്നു, പല പോസ്റ്ററുകളിൽ എൻ്റെ പടം വരുന്നു. നമ്മൾ അന്തരിച്ചതിൻ്റെ എല്ലാ അന്തരീക്ഷവും നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമേ എല്ലാവരും നല്ലത് മാത്രം പറയണു. സാധാരണഗതിയിൽ ഇങ്ങനെ ചീത്ത പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം എനിക്ക് സാധ്യതയുള്ള ആൾക്കാർ പോലും നല്ല വാക്കുകൾ തിരഞ്ഞു പിടിച്ച് പറയണു. അപ്പോൾ എനിക്ക് ആകെപ്പടിപ്പ് നമ്മളുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം വരുന്നുമുണ്ട്. അല്ല, ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനൊരു പോസ്റ്ററും വരും, അങ്ങനെ ഒരു പോസ്റ്റർ മുമ്പാകത്തും വരും, കുറേ ആൾക്കാരും വരും. നല്ല നല്ല കാര്യങ്ങൾ, നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ ഒരിക്കലും എന്നെക്കുറിച്ച് നല്ല വാക്ക് പറയാത്തവർ പോലും പറയുകയും ചെയ്യും. അപ്പം ഈ സംവാദം എന്ന നിലയ്ക്കാണ്. അപ്പോൾ ചോദ്യോത്തരങ്ങൾ എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ സദസ്സിൽ നിശ്ചയമായിട്ടും ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ എന്നെ ജീവിപ്പിക്കുന്ന കുറേ പേരുണ്ട്. നിശ്ചയമായിട്ടും അത്തരം ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും ചെയ്യാം. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. വലിയ ഒരു കാര്യം എനിക്ക് പറയാനില്ല. ചെറിയ കാര്യങ്ങൾ. നേരത്തെ ഈ പരിപാടി അവതരിപ്പിച്ച മഹാന്മാരുടെ മഹതികളിലൊന്നും കൂട്ടത്തിലല്ല ഞാൻ. അത് ഞാനിങ്ങനെ ഇത് രക്ഷപ്പെടാൻ വേണ്ടി പറയണമല്ല. ഞാൻ അതൊന്നുമില്ല. വെറും ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ നാട്ടിൻപുറത്ത്, ഒരു സാധാരണ കൃഷിക്കാരുടെ വീട്ടിൽ ജനിച്ച ഒരു സാധാരണക്കാരൻ. പഠിക്കുന്ന കാലത്തും എനിക്ക് വിസ്മയകരമായ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു സാധാരണ കുട്ടി പഠിക്കാൻ പോകുന്ന പോലെ പഠിച്ചിട്ടുള്ളൂ. ഏറ്റവും കുറവ് മാർക്കെന്ന് പറയാൻ പറ്റില്ലെങ്കിലും വേണമെങ്കിൽ കുറച്ച് മുമ്പിൽ മാർക്ക് കിട്ടാവുന്ന നിരയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. എനിക്ക് അത്ര മാർക്കൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പം അങ്ങനെ ഒരു മത്സരത്തിലും ജയിച്ചിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയാവുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ സാക്ഷരതയുള്ള വേറെ ആരുമില്ല. അച്ഛൻ അത്യാവശ്യം വായിക്കാൻ പറ്റും. 4.5 വയസ്സ് വരെയാണ് അച്ഛൻ പിന്നെ പഠിച്ചിട്ടുള്ളത്. പിന്നെ 2ാം ക്ലാസ്സിലാണ് അമ്മ പോയിട്ടുള്ളത്. എൻ്റെ തറവാട്ടിലേറ്റവും കൂടുതൽ പഠിച്ച ഒരാൾ ഞാനാണ്. അപ്പോൾ എൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അതിൽ പോരായിട്ടല്ല.
അവിടെയൊക്കെ ജീവിതം വേറെയായിരുന്നു, വേറൊരു ജീവിതമാണ് അവരൊക്കെ ജീവിച്ചത്. കൃഷിക്കാരായിട്ടും ഒരു നാട്ടിൻപുറത്ത് മുഴുവൻ ജീവിതവും നന്നായി ജീവിച്ചിട്ടാണ് ആ നല്ല മനുഷ്യരൊക്കെ പോയത്. ഇപ്പം പഠിപ്പില്ല എന്നുള്ളതുകൊണ്ട് അവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ചെറിയവർ നിസ്സാരക്കാരാണെന്നൊന്നും ഇപ്പം ഞാൻ പറയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കവിത എഴുതിയിട്ടുള്ളത് എൻ്റെ അച്ഛനെക്കുറിച്ചാണ്. എത്ര പറഞ്ഞിട്ടും അച്ഛൻ പറഞ്ഞ് തീരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധാരണ കൃഷിക്കാരനാണെങ്കിലും എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ നാടും അങ്ങനെയാണ്. ആ നാട് എന്ന് പറയുന്നത് ഒരു സാധാരണ നാട്ടും കൃഷി മാത്രം, കൃഷിക്കാർ മാത്രമായിട്ടുള്ള വ്യക്തികളാണ് ആ നാട്ടിലുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊക്കെ വളർന്നു വരുന്നൊരു കാലത്താണ് ആ നാട്ടിൽ നിന്ന് കുറേ പേര് പോലീസുകാരായത്, കുറേ പേര് ടീച്ചർമാരായത്, കുറേ പേര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായത്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു തലമുറ വരുന്നതോട് കൂടിയാണ് വരുന്നത്. മുമ്പുള്ളത് മുഴുവൻ കൃഷിക്കാരാണ്. അപ്പോൾ കൃഷിയാണ് ആ നാട്ടിലെ മതം എന്ന് പറയണത്, കൃഷിയാണ്. അപ്പോൾ ആ ഒരു കൃഷിക്കാരുടെ കൂടെ നടക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഉണ്ടായ ഒരു കാർഷിക ബന്ധം തന്നെയാണ് എനിക്കുള്ളത്. ചെറിയ തോതിലൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ പാടത്ത് പോകും, പിന്നെ കൊയ്യിക്കുകയും നാട് ചെയ്യും, അതിൽ പങ്കെടുക്കുകയും ചെയ്യിക്കുകയും ഒക്കെ ചെയ്ത് വന്നൊരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചേറിൻ്റെ മണം ഇപ്പോഴും എത്ര കഴുകിയിട്ടും പോവാത്ത വിധത്തിൽ എൻ്റെ മേല് പറ്റി കിടക്കുന്നുണ്ട്. അത് നാട്ടിലെല്ലാവർക്കും ഉണ്ട്. അത്രയേ ഉള്ളൂ എനിക്ക്. അതായത് എന്നിൽ നിന്ന് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കാര്യം കിട്ടാനില്ല, പുതിയൊരു അറിവ് കിട്ടുക, പുതിയൊരു അനുഭവം കിട്ടുക, നിങ്ങൾ കാണാത്ത ലോകം കണ്ട ഒന്നുമല്ല. വെറും നിങ്ങൾ കണ്ട അത്ര പോലും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ കവിതയെക്കുറിച്ച് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് അത്ര ഗൗരവത്തിലല്ല. ദേശാഭിമാനി ഓണപ്പേപ്പ് ഒരു കവിത വേണമെന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്നും തോന്നാത്തതുകൊണ്ട് എന്നാൽ പിന്നെ കവിതയെക്കുറിച്ച് ആവുമെന്ന് വിചാരിച്ചു ഒരു കവിത പെട്ടെന്ന് എഴുതി കൊടുത്തതാണ്. കവിത്തുരുത്ത് എന്ന് പറഞ്ഞിട്ട്. ആ കവിത ഞാൻ തന്നെ പിന്നെ വായിച്ചിട്ടില്ല. പക്ഷേ KN ഇടയ്ക്കിടയ്ക്ക് ആ കവിത പല മീറ്റിങ്ങിൽ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഈ പരിപാടി കൊള്ളാലോ, കവിത അത്ര മോശമല്ലോ, ഞാനും അത്ര മോശമല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. ഞാൻ ആ കവിത്തുരുത്ത് വെറുതെ ഒന്ന് വായിക്കാം. കവിയാവുക എന്നതായിരുന്നു അവൻ്റെ ഇച്ഛ. കുഞ്ഞ് പാർവത്യക്കാരനാവണേ എന്നാശിച്ച മുത്തച്ഛൻ, നെപ്പോളിയനായി തീരണം എന്നാശിച്ച അച്ഛൻ, വീരപാണ്ഡ്യ കട്ടബൊമ്മനാവണം എന്നാശിച്ച അമ്മ, രമണൻ ആവണമെന്ന് ആശിച്ച ബാല്യകാല സഖി. പ്രതീക്ഷകളിൽ നിന്നൊഴിഞ്ഞ് അവൻ ഒറ്റയ്ക്ക് തുഴഞ്ഞുപോയി. അവൻ്റെ വഴി കവിതയായി തീർന്നു. വാക്കിന്മേൽ വാക്ക് ചേർത്ത് വെച്ചപ്പോൾ അർത്ഥമുദിച്ചു. അർത്ഥവും ചേർത്തപ്പോൾ ജീവിതമുണ്ടായി. ജീവിതങ്ങൾ വിന്യസിച്ചപ്പോൾ പ്രപഞ്ചമുണ്ടായി. അവൻ വിരിഞ്ചനായി. അവൻ്റെ കർമ്മം കവിതയായി തീർന്നു. വാക്കുകൾക്ക് ചുറ്റും ഈച്ചകൾ പൊതിഞ്ഞു. തുഞ്ചത്ത് എഴുത്തച്ഛനെ പോലെ എഴുത് എന്ന് ഭാഷാമനുഷി, നമ്പ്യാരെപ്പോലെ തുള്ള് എന്ന് ചടുലപദ കാമുകൻ, കുമാരനാശാനെപ്പോലെയാവ് എന്ന് ഉത്തുംഗമാനസർ, വള്ളത്തോളിനെ പോലെയാവണം എന്ന് ദേശാഭിമാനികൾ, ചങ്ങമ്പുഴയെപ്പോലെ ഗന്ധർവനാവൂ എന്ന് പ്രണയികൾ. അവൻ പോലെയായില്ല. കാണാ വഴികളിലൂടെ ഒറ്റയ്ക്ക് നടന്നു. അവൻ്റെ വേദന കവിതയായി തീർന്നു. വൃത്തഭംഗം, അലങ്കാര തകർച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളാൽ അവൻ്റെ തുരുത്ത് വാർത്താവിനിമയ ബന്ധങ്ങളറ്റ് തീർത്തും ഒറ്റപ്പെട്ടു. അവനുള്ള കുരിശ് കവിതയായി തീർന്നു. ഇത്രയാണ് ആ കവിത. പിന്നെ കവിതയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പുണ്ട്. ആ കുറിപ്പിന്ന് ഒന്നിൽ കവിത പറയാം. ഞാൻ എൻ്റെ പുസ്തകത്തിന് സാധാരണ പതിവായിട്ട് അവതാരികളോ കുറിപ്പുകളോ ഒന്നും ചേർക്കാറില്ല. സമീപകാലത്താണ് ഇതൊക്കെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങിയത്. ആ കാലത്ത് ആണ്, കവിതയിൽ നിന്ന് ഏറെ അകന്ന് ജീവിച്ചൊരു കാലത്താണ് കറുത്ത വറ്റ് എന്നൊരു പുസ്തകം വരുന്നത്. ആ കാലത്ത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില കവിതകളൊക്കെ വരാറുണ്ടെങ്കിലും ഒരു പുസ്തകം ഇറങ്ങേണ്ട സമയമായിരുന്നില്ല. ഹോൺബില്ലിലാണ് ഞാൻ പുസ്തകം കൊണ്ടു കൊടുത്തു. വേറൊരു പുസ്തകം
ഉണ്ണി അത് വായിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ പുസ്തകം അവിടെ ഇരിക്കട്ടെ, നമുക്ക് കറുത്ത പറ്റി പുറത്തിറക്കാനുള്ളത്. അതെൻ്റെ ജീവിതത്തെ വലിയ തോതിൽ മാറ്റി തീർത്തു. എൻ്റെ കവിതയെക്കുറിച്ച് അത്ര ഗൗരവത്തിലൊന്നും കാണാത്തവരും ഇയാളൊന്നും തീരെ മെച്ചല്ലാന്നേ എന്ന് വിചാരിച്ചിരുന്ന ചില കക്ഷികൾക്കും അത്ര മോശമല്ലല്ലോ ഇയാളെന്ന് തോന്നിപ്പിക്കാവുന്ന വിധത്തിലുള്ള ചില കവിതകൾ ഈ കവിതയ്ക്കകത്തുണ്ട്. ഇപ്പോൾ ഒരു പുസ്തകത്തിന് വേണ്ട കവിത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവതാരിക എഴുതാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു. പിന്നെ ഞാൻ തന്നെ ഒരു ദീർഘമായ കുറിപ്പ് എഴുതി. ആ കുറിപ്പിൽ നിന്നുള്ള ഒന്നിൻ്റെ കാര്യങ്ങൾ പറയാം. എന്തിനാ ഒറ്റ പേരെ മാത്രം, ബാക്കിയൊക്കെ അവിടെ കിടക്കണമെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ആ പുസ്തകം വായിച്ചാൽ മതി. ഓരോരുത്തരും നോക്കുമ്പോൾ ഓരോന്നായി കാണുന്ന കണ്ണാടി പോലെ പലർക്കും പലതാണ് കവിത. പൊള്ളിച്ചും തുള്ളിച്ചും ഇരമ്പി വരുന്ന കാർമേഘമാണ് കവിത. തെളിവില്ലെന്ന ന്യായം പറഞ്ഞ് കൊടും കുറ്റവാളികളെ കോടതി വെറുവിടുമ്പോൾ, ഗുജറാത്ത് ഓർമ്മയിലുണ്ടായിരുന്നു, കൊടും കുറ്റവാളികളെ കോടതി വെറുതെ വിടുമ്പോൾ മുഴുകുന്ന തെരുവിൻ്റെ കൂവലാണ് കവിത. പരമമായ ദേശാഭിമാനത്തിനുള്ള സമ്മാനമായി ഭരണകൂടം നൽകുന്ന തൂക്കുകയർ കഴുത്തിൽ മുറുകുമ്പോൾ ഭഗത് സിംഗ് വിളിക്കുന്ന ഇൻകുലാബാണ് കവിത. സാമ്രാജ്യത്വത്തിൻ്റെ വെടിയുണ്ടയ്ക്ക് നേരെ കുതിക്കുന്ന മർത്യധീരതയുടെ വാരിക്കുന്തമാണ് കവിത. മൃതിയിൽ നിന്നുള്ള ജീവൻ്റെ കുതറലാണ് കവിത. കുതിക്കലും നിവരലുമാണ് കവിത. മഴയും തീയും കാറ്റുമാണ് കവിത. സ്വപ്നം കാണാനുള്ള ഇന്ദ്രിയമാണ് കവിത. കവിത വേണ്ടാത്തൊരു കാലം ഉണ്ടാവില്ല, ഉണ്ടാവരുത്. അതിനാൽ കവിത എനിക്ക് മൃത്യുഞ്ജയ ഹോമമാണ്. നിശബ്ദത, നിഷ്ക്രിയത, നിർവികാരത, നിശ്ചലത എന്നിങ്ങനെയുള്ള അകാല വൃത്തികളെ ജയിക്കാനുള്ളത്. കവിത മാത്രമല്ല, മുദ്രാവാക്യം വിളിയും കരിങ്കൊടി പ്രകടനവും ചുമലെഴുത്തും പ്രസംഗവും എൻ്റെ മൃത്യുഞ്ജയ ഹോമങ്ങളാകുന്നു. ഇത്രയാണ്. അപ്പോൾ ഇനി നിങ്ങളെന്തെങ്കിലും ചോദിക്കലോ പറയലോ എല്ലാം ആവട്ടെ. വായിക്കാം. കൊച്ചു കവിതയാണ്, ആകെ 4 വരെയുള്ളൂ. മാലയിടാൻ അവൾക്കെന്നും കൊതിയായിരുന്നു. മാലയിടാൻ അവൾക്കെന്നും കൊതിയായിരുന്നു. കുഞ്ഞുനാളിലെ സ്വർണ്ണമാലയണിഞ്ഞ് അവൾ കണ്ണാടി നോക്കി രസിക്കുമായിരുന്നു. കടം കയറി മോഹമാല പണയത്തിലായപ്പോൾ പൂക്കൾ കൊണ്ട് അവൾ മാല കോർത്തു. മഞ്ചാടി, കുന്നിക്കുരു, കുപ്പായക്കുടുക്ക്, പേരറിയാ മരങ്ങളിലെ നാളറിയാ കായകൾ, കയ്യിൽ കിട്ടിയതെല്ലാം അവൾക്ക് മാലയ്ക്കുള്ള മണിമുത്ത്. കല്യാണമാല അണിഞ്ഞു നിൽക്കുന്ന ചിത്രത്തിൽ ഇന്നും അവൾക്ക് നാണത്തിളക്കത്തിൻ്റെ പത്തരമാറ്റി. അപമാനിതയായ ഒരു രാത്രിയിൽ സാരിത്തലപ്പ് കൊണ്ട് ഒരു മാലയുണ്ടാക്കി അവൾ കഴുത്തിലിട്ടു. പിന്നീട് കണ്ണാടി അവളെ കണ്ടിട്ടില്ല. ചോദ്യങ്ങളുടെ സമയമാണ്. കവിയോടുള്ള ചോദ്യങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും നോവലും കഥയേക്കാളും ഒരു പക്ഷേ മലയാളികൾ ഇഷ്ടപ്പെടുന്നതും കവിതകൾ തന്നെയാണെന്നുള്ളൊരു വിശ്വാസമാണ് വായനക്കാരെന്ന നിലയിൽ എനിക്കുള്ളത്. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ആധുനിക കവിത സംവിധാനം എന്നൊക്കെ എത്രയൊക്കെ ന്യായീകരിച്ചാലും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും വിമർശന വിധേയമായിട്ടുള്ള ഒരുപാട് കവിതകൾ കാണേണ്ടതും വായിക്കേണ്ടതായിട്ടുള്ളൊരു ഗതികേടിലേക്ക് മലയാളി വായനക്കാർ പോകുന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മാഷിന് അങ്ങനെ അഭിപ്രായമുണ്ട്? ഈ അടുത്തിടെ പ്രത്യക്ഷപ്പെട്ട ചില കവിതകളിൽ കവിതയെ വികലമാക്കുന്ന ആശയമാണ് വന്നെന്നുള്ളത് എന്നൊരു അഭിപ്രായമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മാഷിൻ്റെ കവിതകൾ ഉടനീളം തന്നെ പരാമർശിക്കപ്പെടുന്നത് പച്ചയായ ജീവൻ തന്നെയാണ്. ഇ പി മാഷ് പറഞ്ഞ പോലെ അത് തീർച്ചയായിട്ടും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നേർക്കാഴ്ച പോലുള്ള ചിത്രങ്ങളാണ്. അധികം വർണ്ണാഭമോ അലങ്കാര പ്രയോഗങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണുതിരിക്കുന്ന കവിതകൾ തന്നെയാണ് മാഷിൻ്റെത്. അത്തരത്തിൽ മാഷ് ഏതെങ്കിലും കവികളെ, മലയാളത്തിലുള്ള ഏതെങ്കിലും കവികളെയോ കവികളുടെയോ കവിതയോ മാഷിൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കവിതകളെ
പിന്തുടരാൻ മാഷ് ശ്രമിച്ചിട്ടുണ്ട്? 2 ചോദ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്നത്, കൈമാറുന്നത്, വായിക്കുന്നത്, പങ്കുവെക്കുന്നത് അതായിട്ടുള്ളൊരു മാധ്യമം കവിതയാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, ചീഫ് സെക്രട്ടറി മുതൽ തെരുവിൽ നടക്കുന്നൊരു ആൾ വരെ കവിതയിലാണ് അഭയം തേടുന്നത്. കവിത എല്ലാവരുടെയും അഭയം, എല്ലാവർക്കും അഭയം നൽകുന്നൊരു പൊതുവീടാണ്. കവിതയെ ഇന്ന് വലിയ തോതിൽ വിമർശിക്കുന്നത് കവിത വായിക്കാത്തവരാണ്, കവിതയോട് ചേർന്ന മനസ്സില്ലാത്തവരാണ്, ദൂരസ്ഥരാണ്. എന്തറിഞ്ഞു ആ ദൂരസ്ഥർ നിങ്ങൾ എന്ന് ചങ്ങമ്പുഴ ചോദിച്ചിട്ടുള്ള ആ ചോദ്യം തന്നെയാണ് എല്ലാ കാവ്യ വിമർശകരോടും ചോദിക്കാനുള്ളത്. കാരണം നിങ്ങൾ ദൂരസ്ഥരാണ്, കവിതയിലേക്ക് എല്ലാവരും. കവിത എല്ലാം തികഞ്ഞു നിൽക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ ആളുകൾ അതിവേഗത്തിൽ കവിത എഴുതുകയും അതിവേഗത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നത് ഉള്ളിലിങ്ങനെ തളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ്. സ്വന്തം മനസ്സിനകത്ത് നിലനിർത്താൻ പറ്റാത്തതുകൊണ്ട് ഇതിനെ പൊട്ടിച്ചെറിയാണ് ചെയ്യുന്നത്. പണ്ട് ശരിക്കും കവിതയുടെ ഒരു കാവ്യരചന പാരമ്പര്യം വെച്ച് ചെയ്യുന്ന പോലെ തിരുത്തി ഭംഗിയാക്കി എല്ലാം തികഞ്ഞത് അങ്ങോട്ട് മുന്നിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം വിക്ഷുബ്ധമായ മനസ്സുകളാണ് ഈ കവിതയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കവിത മാത്രം അഭയമായി തീർന്ന ആളുകളാണ് കവിതയിലേക്ക് കയറി വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പലതവണ പറഞ്ഞു, കവിത എഴുതാൻ കഴിയുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യാത്ത മനുഷ്യരെ എനിക്കറിയാം. കവിത എഴുതാൻ കഴിയുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ഭ്രാന്ത് പിടിക്കാത്ത മനുഷ്യരുമുണ്ട്. ആത്മഹത്യക്ക് പകരമായും ഭ്രാന്തിന് പകരമായും കവിത ജീവിതത്തിൻ്റെ ഏകാവലംബമായി മാറുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ വേറെ ചോദിച്ചെന്താണ് മാതൃകകൾ? അല്ല അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വായിച്ച എല്ലാ കവികളും സാധാരണ നാടൻ പാട്ടുകൾ മുതൽ നമ്മൾ അക്ഷരം കൊണ്ട് കഴിഞ്ഞ എല്ലാം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഗോപികൃഷ്ണൻ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി ജീവിതകാലം പറഞ്ഞു. ഞങ്ങളുടെ കാലത്ത് ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വായിച്ച കവികളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ സച്ചിദാനന്ദ മാഷ് പോലെ ആളാൽ സ്വാധീനിക്കപ്പെടാതെ കടന്നു പോരാൻ നമുക്കാവില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത്, നമ്മളെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിട്ടുള്ളത്, നമ്മളെ ഏറ്റവും കൂടുതൽ തർക്കിച്ചിട്ടുള്ളത്, നമ്മളെ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് സച്ചിദാനന്ദ മാഷോടാണ്. അപ്പോൾ പല തലങ്ങളിൽ ആ കവിത നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. മുതിർന്ന കവികളെല്ലാവരും, നമ്മൾ വായിച്ച കവികളെല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാം. എത്ര നമ്മൾക്ക് ഈ പറഞ്ഞാലും ചങ്ങമ്പുഴയുടെ വരികളൊക്കെ ഇപ്പം ഞാൻ അറിയാണ്ട് പോലും പറഞ്ഞു പോയത് ചങ്ങമ്പുഴയാണ്. അങ്ങനെയുള്ള കവികൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ പാർക്കുന്നുണ്ട്, വായിക്കുന്ന എല്ലാവരും ഉള്ളിൽ പാർക്കുന്നുണ്ട്. ഇപ്പം ഈ കാവ്യവിമർശകരുടെ ഒരു വലിയ പ്രശ്നം, അവരെല്ലാം വലിയ കവികളൊക്കെ വായിച്ച് അത്യുത്തര ശ്യാംദിശി ദേവതാത്മ ഹിമാലയോ നാമനഗാധി രാജ എന്നൊക്കെ വായിച്ചിട്ട് നമ്മുടെ ഈ വീട് പണി വായിക്കുമ്പോൾ ആർക്കായാലും പുച്ഛം തോന്നും. അത്രയേ ഉള്ളൂ. അത്ര മഹാന്മാരൊന്നുമല്ല നമ്മൾ, അത്രയേ ഉള്ളൂ. രാവണൻ്റെ ആദ്യ കവിതാ സമാഹാരം 15 മുറിവുകളാണ്. കേരളവർമ്മ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അത് പ്രസിദ്ധീകരിച്ചത്. അന്ന് ഞാനും അവിടെ വിദ്യാർത്ഥിയായിരുന്നു. അത് നക്സൽബാരി മൂവ്മെൻറ്റിൻ്റെയും അതുപോലെ ജനകീയ സാംസ്കാരിക വേദിയുടെയും കാലമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് പിറകെയാണത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നക്സൽബാരി രാഷ്ട്രീയ മൂവ്മെൻറ്റും അതുപോലെ ജനകീയ സാംസ്കാരിക വേദിയും ഒക്കെ അക്കാലത്തെ കവിത എഴുത്തിനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് ആണ് എൻ്റെ ചോദ്യം. ഉത്തരം പറയേണ്ട ആൾ മാറിപ്പോയതുകൊണ്ട് സച്ചിദാനന്ദ മാഷാണ് പറയേണ്ടത്. ഇതിൽ ശരി തന്നെയാണ്. നമ്മുടെ ഈ ആധുനികത എന്ന ഒരു കാവ്യപ്രസ്ഥാനം കടന്നു വന്നു. അത് സാഹിത്യത്തിന് സമ്മാനിച്ചൊരു സംഗതിയുണ്ട്. എന്തും എഴുതാൻ എഴുത്തുകാർക്ക് സ്വാതന്ത്ര്യവും അവസരവും നൽകിയ ഒരു കാലമാണ്. ആധുനികത മലയാളത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ കാര്യം എഴുത്തുകാർ തീർത്തും സ്വതന്ത്രരായി എന്നുള്ളത് തന്നെയാണ്. ഒരു ബാധ്യയും ഇല്ലാത്ത വിധത്തിൽ എന്തും എഴുതാം എന്നൊരു കാലം വന്നു. ആ കവിതയ്ക്ക് ശേഷം കാലം വളരെ മാറി.
അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് മുന്നോടിയായി തന്നെ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും കാർഷിക കലാപങ്ങൾ, സായുധ കലാപങ്ങളൊക്കെ നടന്നു. നല്ല വടിവൊത്ത അക്ഷരത്തെ തെരുവുകളിലൊക്കെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ വന്നു. ചുമരെഴുത്ത് വായിക്കില്ല തീരുമാനിച്ച ആൾക്കാരെ കൊണ്ട് പോലും ഓരോന്നും വായിപ്പിക്കുന്ന വിധത്തിൽ മനോഹരമായി തയ്യാറാക്കിയത്. അങ്ങനെ ഒരു വസന്തം വരുന്നു, വസന്തത്തിൻ്റെ ഇടിമുഴക്കം വരുന്നൊക്കെ വന്നു. അപ്പോൾ യുവാക്കളൊക്കെ ശ്രദ്ധിച്ചു, ഇത് ഭാഷയെ വലിയൊരർത്ഥത്തിൽ വേറൊരു തലത്തിലേക്ക് അവർ ആ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. കവിതയെ ചുവന്നതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മുമ്പുണ്ടായിരുന്നൊരു അസ്തിത്വവാദം, ആസന്ന മരണചിന്തകൾ, ചിന്തകൾ, ഇത്തരം സംഗതിയൊക്കെ മാറി കവിത നേർക്കുനേർ ഒരു സമരമായിട്ട് മാറി, ഏറ്റുമുട്ടലായിട്ട് മാറി. ഭരണകൂടവും ജനതയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ പല വിധത്തിൽ അന്ന് ആവിഷ്കരിച്ചിരുന്നു. അന്ന് ഈ മൂവ്മെൻറ്റും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ജനകീയ സാംസ്കാരിക വേദിയുടെ ചൊല്ലരങ്ങുകളിലും കവിയരങ്ങുകളിലും നാടകാവതരണ വേദികളിലൊക്കെ അതുവരെ കാണാത്ത നാടകങ്ങൾ, അതുവരെ കാണാത്ത കവിതകൾ അവർക്ക് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കവിത തെരുവിൽ നിന്നവർ കവിത ചൊല്ലാൻ തുടങ്ങി. കടമൊട്ടയോ ബാലചന്ദ്രൻ ചുള്ളിക്കാടോ സച്ചിദാനന്ദ മാഷോ കെ ശങ്കരപ്പിള്ളയോ അവരൊക്കെ തെരുവിൽ വന്നു. അപ്പോൾ ആ വരവ് തന്നെയാണ്. അത് നിശ്ചയമായും അന്നത്തെ ക്യാമ്പസുകൾ വലിയ തോതിൽ സ്വാധീനിച്ചു. ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നൊരു പേരാണ് എം കൃഷ്ണൻകുട്ടി എന്നുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് കവിത എഴുതിന് ജയിലിൽ പോയ കവിയാണ്, സ്കൂൾ മാഷാണ്, ഹരിപ്പാടുകാരനാണ്, ജയിലിൽ പോയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഇരുമ്പഴിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതകൾ മുഴുവനും ആ കാലത്ത് ക്യാമ്പസ് ഏറ്റുപാടിയെന്നുള്ളത് അന്ന് അങ്ങനെ ആ കവിത ഹൃദയസ്ഥമാക്കിയ ഒരാളാണ് ഞാൻ. കൃഷ്ണൻകുട്ടിക്ക് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടിട്ടും ജയിലിൽ നിന്ന് മോചനം ഉണ്ടായില്ല. കൃഷ്ണൻകുട്ടിയെ ജയിലിൽ നിന്ന് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സാഹിത്യ സമ്മേളനങ്ങളും നടന്നു. അവിടെ വന്നിട്ട് കൃഷ്ണൻകുട്ടി വായിച്ചു ഇന്ന് ഇരുമ്പഴികൾ പിടിച്ചു കുലുക്കി ഉറക്കെ പാടുകയാണ് അമ്മേ നിൻ്റെ മനോഹരഗാനം ഞങ്ങൾ വന്ദേ മാതരം എന്നൊക്കെയുള്ള വരികൾ കൃഷ്ണൻകുട്ടി പാടുമ്പോൾ ആ സദസ്സ് ഒന്നിച്ച് കോരിത്തിരിക്കേണ്ടായി. അപ്പം ഇങ്ങനെ പല വിധത്തിൽ അതൊറ്റ വേദിയിൽ മാത്രമല്ല, ഒറ്റ ധാരയിൽ മാത്രമല്ല, പല ധാരകളിൽ ഇത് വളരെ പൊളിറ്റിക്കലായി തീർന്നു. പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്ന ഒരു കാലം അത് ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു പ്രസിഡൻറ്റിന് ഒപ്പിട്ടാൽ പിൻവലിക്കാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ ആഗസ്റ്റ് 15 വെറുതെ പതാക ഉയർത്തി പറയുന്നതാണെന്നും ഒരു പ്രസിഡന്റ് വിചാരിച്ചാൽ ഇല്ലാതാക്കാമെന്നും നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയാണ് അടിയന്തരാവസ്ഥ. ഈ അടിയന്തരാവസ്ഥ കാലത്തുള്ള വിവരങ്ങൾ മുഴുവനും ഓരോന്നായിട്ട് പുറത്തു വരുന്ന അടിയന്തരാവസ്ഥയുടെ അവസാനത്തിലും ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇത് കവിതയും സാഹിത്യവും മാത്രമല്ല, അക്കാലത്ത് ക്യാമ്പസുകളിലെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളിൽ വലിയ മാറ്റം വന്നു. SFI കേരളത്തിലെ കലാലയങ്ങളിൽ ഒരു ശക്തിയായി തീരുന്ന അടിയന്തരാവസ്ഥ ഓടി ചേർന്നിട്ടാണ് SFI മൂവ്മെൻറ്റ് വരുന്നത്. അക്കാലം വരെ നല്ല സൗന്ദര്യമുള്ള മുഖമുള്ള നല്ല റോസ് പൗഡർ ഇട്ട് സൗന്ദര്യപ്പെടുത്തിയ മുഖങ്ങളുമായി വരുന്ന കേസുകാരായിരുന്നു കോളേജ് യൂണിയൻ ഭാരവാഹികൾ. കാണാൻ യാതൊരു ഭംഗിയില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർ കോളേജ് യൂണിയൻ ഭാരവാഹികളാവുന്നത് ഈ ഒരു കാലത്തിന് ശേഷം. കാരണം ക്യാമ്പസ് പൊളിറ്റിക്സ് ആകെ മാറുകയാണ്, ക്യാമ്പസിലെ മുദ്രാവാക്യം മാറുകയാണ്. ആ മുദ്രാവാക്യങ്ങൾ കവിത കൊണ്ട് നിറയുകയാണ്. മുദ്രാവാക്യങ്ങൾ എഴുതി കവിതയായി തീരുകയും കവിത എഴുതുമ്പോൾ മുദ്രാവാക്യമായി തീരുകയും ഒക്കെ ചെയ്യുന്നുള്ളതാണ്. എൻ്റെ അംബികയുടെ വർത്തമാനങ്ങളിൽ ആ 80 വന്ന കവിത ഉണ്ട്. ആ കവിതയിൽ കുറേ സംഭവങ്ങൾ വെച്ചിരിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ മുഴുവൻ നടന്നതാണ്. ഞാൻ എൻ്റെ ഭാവത്തിൽ നിന്ന് എടുത്തൊരു സംഭവമില്ല. അവിടെ ഇവിടെയും മധുര എന്നൊരു സ്ഥലത്ത് നടന്നൊരു കൂട്ടബലാത്സംഗം, പിന്നെ എൻ്റെ അടുത്ത് ഏങ്ങണ്ടിയൂരിൽ നടന്നൊരു ഇരട്ടക്കൊലപാതകം, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ആ കവിതയ്ക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ സംഭവങ്ങൾ കവിതയായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള അത് കവിതയെ തന്നെ മാറ്റിയ ഒരു കാലമാണത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തൊട്ട് ശേഷം വരുന്നൊരു കാലം എന്നുള്ളത് നമ്മുടെ ഭാഷയെ മാറ്റി, നമ്മുടെ സാഹിത്യത്തെ മാറ്റി, നമ്മുടെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളെ മാറ്റി. അപ്പോൾ ഈ ജനകീയ സാംസ്കാരിക വേദി ഉൾപ്പെടെ ഇങ്ങനെ പല വിധത്തിൽ ഈ മാറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ അവിടെയെല്ലാം പോയി കവിതകൾ, ഇപ്പോൾ ജനകീയ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച വേദികളിലൊക്കെ പോയി കവിത ഞാൻ ചൊല്ലിയിട്ടുമുണ്ട്, ഞാൻ അവിടെ കവിത കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് കവിതയുടെ മാറ്റം ഞാൻ അരങ്ങിലിരുന്ന് തന്നെ ഞാൻ അനുഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാഷ് പരാമർശിച്ച പോലെ
കൃഷിയെപ്പറ്റിയും വിളയെപ്പറ്റിയും അച്ഛനെ പറ്റിയൊക്കെ ഒരുപാട് പരാമർശങ്ങൾ മാഷിയുടെ കവിതകളുണ്ട്. ഒരു പക്ഷേ ആ മാറ്റുദേശം അങ്ങയുടെ എഴുത്തിനെ ഒരുപാട് രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കൃഷി പഠിച്ച ആളേക്കാളൊക്കെ മനോഹരമായിട്ട് കൃഷിയെപ്പറ്റി അങ്ങ് എഴുതിയിട്ടുണ്ട്. ദൂരെ നിന്നൊരു തേക്ക് പാട്ട് വന്നുള്ളിലെ പാടത്തു ദേവി നിറയ്ക്കുന്നു, ഞാറു മുളച്ചുവോ തെമ്മാടി കിളികൾ വന്ന് കൊത്തിപ്പറിച്ചുവോ, നാനാ കീടങ്ങൾ വന്ന് കൂമ്പ് മുടിച്ചുവോ, ശത്രുപ്രാണികൾ തണ്ടു തുളച്ചുവോ, ശേഷിപ്പതെന്തുണ്ടിനി മുറ്റത്തിരുളോ വെയിലോ നിറയുന്നു, ഉള്ളിൽ കൊടുംവേനൽ ഇറുകിത്തിളയ്ക്കുന്നു, ജീവിതത്തിൻ്റെ ശമ്പളം കൈനീട്ടി ഏറ്റുവാങ്ങാനുള്ള സമയമാകുന്നു. ജീവിതത്തിൻ്റെ ശമ്പളം കൈനീട്ടി ഏറ്റുവാങ്ങാനുള്ള സമയമാകുന്ന ആ ഒരു സന്ധിഘട്ടത്തിൽ ഒരു അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട്. ദുഷ്ട സംസർഗത്തിൽപ്പെട്ടു പോയ മകൻ, പടിയിറങ്ങിപ്പോയ മകൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ദാർശനിക തലത്തിലേക്ക് ഞാൻ കറുത്തവറ്റിനേക്കാളും മറ്റു ദേശത്തേക്കാളൊക്കെ എന്നെ ഇപ്പോൾ ഇന്ന് വായിച്ചപ്പോൾ വല്ലാതെ സ്പർശിച്ച ഒരു കവിതയായിരുന്നു മൂവന്തി എന്ന കവിത. അതിനെപ്പറ്റി മാഷയുടെ ഒരു 2 വാക്ക്. മൂവന്തി അച്ഛൻ്റെ മരണം ആണ് പ്രമേയം. 3 കഥാപാത്രങ്ങളുണ്ട്. അച്ഛൻ, ഞാൻ, മരണം. 3 കഥാപാത്രങ്ങളുണ്ട്. ഈ പറഞ്ഞത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ കിടപ്പിലായി, ഇനി എണീക്കാൻ വയ്യാന്നായി. അപ്പം അച്ഛൻ്റെ വേവലാതി മുഴുവനും, അച്ഛൻ്റെ ലോകം മുഴുവൻ ചിന്ത മുഴുവനും കൃഷിപ്പണികളാണ്. അതായത് കൃഷിയുടെ സമയമൊന്നും അല്ലാതെ പാടത്ത് എന്തായാലും അച്ഛൻ ചോദിക്കുമ്പോൾ പാടത്തൊന്നുമില്ല. അപ്പോൾ അച്ഛൻ അവിടെയാണ് ജീവിക്കുന്നത്. അതിനിപ്പോൾ എനിക്ക് പോയി നോക്കാൻ പറ്റണില്ല. എനിക്ക് പറഞ്ഞ അച്ഛന് പോയി നോക്കാൻ പറ്റണില്ല. അപ്പോൾ ഇതെല്ലാം ഇപ്പം നശിക്കുകയാണ് ഈ കൃഷി മുഴുവനും എന്നൊരു വേവലാതിയാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ദുഷ്ടജന സംസർഗ പാപവും ഇഷ്ടജന വിരോധവും നേടി ധൂർത്തപുത്രൻ തിരിച്ചെത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് തന്നെയാണ്. ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടിയില്ല. കൃഷിയെക്കുറിച്ച് അറിയില്ല, ജീവിതത്തെക്കുറിച്ച് അറിയില്ല, ഒന്നിനെ കുറിച്ചും യാതൊരു പിടിയില്ലാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാണ്ട് നിൽക്കുന്നൊരു ഞാൻ. അത് ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള അച്ഛൻ ഏപ്രിലിൽ മരണത്തിലേക്ക് നീങ്ങുന്ന സമയത്തുള്ളൊരു അനുഭവമാണ്. അച്ഛനെക്കുറിച്ച് ഒരുപാട് കവിതകളുണ്ട്. മാറ്റുദേശം എന്താണെന്നാണ് മാഷ് ചോദിച്ചത്. മാറ്റുദേശം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ നാട്ടുകാരെ കളിയാക്കാൻ വേണ്ടി മറ്റുള്ളവർ പറയുന്നൊരു വാക്കാണ്. അതായത് പടുവിഡ്ഢികളുടെ നാട് എന്നുള്ളതാണ്. അത് ഞങ്ങളാക്കിയതാണ്. അതായത് അങ്ങനെയാണ് ചെയ്ത് വിഡിത്തം. അത് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ സംഗതികൾ ഞങ്ങൾ ചെയ്തു. വിഡിത്തം മാത്രം ചെയ്യുന്ന സ്ഥലമാണ് മാറ്റുദേശം. അപ്പോൾ അതിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട്. ശരിക്കും മാറ്റുദേശം എന്ന് പറഞ്ഞാൽ ഞാൻ അവകാശപ്പെടുകയാണ്, മാറ്റുള്ള ദേശമാണ് മാറ്റുദേശം. ഇനി ഞാൻ ഒന്നിട്ട് കവിത വായിക്കാം. എനിക്ക് നാടകം കാണാൻ പോകണം. കാര്യം വെച്ചാൽ ആ നാടകം മാറ്റുദേശക്കാരുടെയാണ്. ഞങ്ങളുടെ നാട്ടുകാരുടെ നാടകമാണ്. പക്ഷേ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? മാഷിൻ്റെ കവിതകൾ ഈ നാടോടിപ്പാട്ടിൻ്റെ ഒക്കെ കുറേ ശീലുകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തെ ഒരു കീഴ്മറിയലോടുകൂടി കാണുന്ന ഒരു കാഴ്ചയും ഉണ്ട്. ഈ ഒട്ടും പ്രശസ്തരല്ലാത്ത 2 കവിതയിൽ കള്ളൻ ഗേറ്റ് കടന്നു വരുന്നതും തിരിച്ചു പോകുന്ന ഒരു കള്ളൻ്റെ ഒരു സങ്കല്പമുണ്ട്. നമ്മുടെ ഉള്ളിലെ തന്നെ കള്ളനാണോ അല്ലെ പുറമേക്കുള്ള കള്ളനാണോ? ഒന്ന് അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഞാൻ കള്ളൻ്റെ കേസ് എന്താ വെച്ചാൽ ഒരിക്കൽ ജയിലിൽ പോയി. ഇവിടുന്ന് തന്നെ സാഹിത്യക്കടന്ന് 3 ഏടനൊക്കെ കൂടി പോയതാണ്. ജയിലിൽ നമ്മൾ ചെല്ലുന്ന പോലെയല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നം. ഈ ആൾക്കാരെ മുഴുവൻ നിരന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് നമ്മൾ ചെല്ലണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെല്ലാൻ കാരണം നമ്മൾ കുറ്റം ചെയ്യാത്തതുകൊണ്ടല്ല, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നമ്മൾ ചെയ്യാത്തതുകൊണ്ടല്ല. നമ്മളെ പോലീസ് പിടിച്ചില്ല, നമ്മൾ ജയിലിലായില്ല. ആ പാവങ്ങൾ ചിലപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല, അവർ ജയിലിൽ നിൽക്കുന്നുണ്ട്. ഈ കള്ളൻ എന്നുള്ള വിഷയം എൻ്റെ അകത്ത് വല്ലാണ്ട് വന്നു. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ഒപ്പമുള്ള 3 പേര് ജയിലിൽ പോയി. കരിങ്കൂടി കിട്ടിയ പോയിട്ട് ഭീകരമായ മർദ്ദനമായിട്ടൊക്കെയാണ് അവർ കൊണ്ടുപോയത്. അവർ തിരിച്ചു വന്ന സമയത്ത് ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒരാൾ വന്നു. ആൾ ജയിലിൽ ഇവരെ കൂടി ഉണ്ടായിരുന്നതാണ്. അയാളുടെ പേരും ബാലൻ എന്നാണ്. അയാൾ കള്ളനാണ്, കൊള്ളക്കാരാണ്.
തീവണ്ടിയിൽ കയറി കത്തി കാട്ടി കാശ് വയ്ക്കുന്ന ആളാണ്. ഇയാളെന്തിനാ നാട്ടിൽ വന്നാണെന്നറിയോ? അയാൾക്കൊരു ജോലി ചെയ്ത് ജീവിക്കണം. അയാൾ പറഞ്ഞു, ഞാൻ ഇനി കക്കാറന്ന പള്ളിക്ക് ഒരു ജോലി കിട്ടിയാൽ മതി, എന്തെങ്കിലും ജോലി. ഞങ്ങൾക്ക് ജോലിയുടെ ഞങ്ങളിരിക്കണം. അതിൽ അവിടെ ഇരിക്കണം, ഞങ്ങൾ തൊഴിലില്ല, അത്യാവശ്യം പഠിപ്പ് തീർന്നു, അങ്ങനെ ഒരു ഗതിയിലാണ് നിൽക്കുമ്പോഴാണ് എന്നെ ഇയാൾ പറഞ്ഞത്. ഇങ്ങനെ പലതും ഉണ്ട് ഈ കള്ളൻ്റെ അകത്ത്. അപ്പോൾ ഈ കള്ളൻ അനുഭവം എൻ്റെ അകത്ത് വലിയ തോതിൽ വന്നിട്ടുണ്ട്. നേരത്തെ ആ ചോദ്യത്തിൽ കിടക്കുന്നൊരു ഒളിയമ്പ് പോലെ നമ്മുടെ ഉള്ളിലുണ്ട് ഒരു കള്ളൻ. പോലീസ് പിടിച്ചിട്ടില്ല, അത് മാത്രം. അച്ഛനെ കുറിച്ച് ഞാൻ വായിക്കും. അച്ഛൻ ഈ വീട് പണിതത് എനിക്ക് ഓർമ്മയുണ്ട്. വേലി കൊണ്ട് അകം പുറം തിരിച്ചു, വാതിൽ കൊണ്ട് പകുത്തിട്ടു, അകം പുറത്തേക്കും പുറം അകത്തേക്കും തള്ളി വന്നു, വീട് കോടി നിന്നു. അച്ഛൻ ഈ വീടിനെപ്പറ്റി പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. സ്വപ്നം കണ്ടത്, തറ കോരിയത്, പൊന്നു കുഴിച്ചിട്ടത്, പൊരിഞ്ഞത്, പിടഞ്ഞത്, ഓരോ കല്ലും വേർപ്പുരുട്ടിയെടുത്തത്, ഓരോ മുറിയും മനം ചുട്ടെടുത്തത്. ആകാശമേ കാവൽ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ നനഞ്ഞത്, നിറഞ്ഞത്. 2ാം നില പണിയണം എന്നത് അനിയത്തിയുടെ ശാഠ്യമായിരുന്നു. വീട് പണി പൂർത്തിയാവും മുമ്പേ അവൾ മുകൾ തട്ടിൽ പാർപ്പായി. പിന്നത്തെയും തട്ടുകൾ കടന്ന് മുകളിലെത്തുന്നത് അച്ഛൻ ദിവാസ്വപ്നം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. എട്ടുകാലിയും പഴുതാരയും കൂരാൻ പാറ്റയും തേളും ചെതലുമെന്നിങ്ങനെ ഒരുപാട് താമസക്കാരുണ്ട് ഓരോ മുറിയിലും. ചുമരിയിൽ വെള്ളയടിക്കുമ്പോൾ ഒരു ജീവിപ്രപഞ്ചം മായുന്നു. ഏത് ചായം തേക്കുമ്പോഴും കറുത്ത നിറം മാത്രം പതിയുന്നത് കണ്ടാണ് അച്ഛന് ഭ്രാന്ത് പിടിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ വരണ്ടത്, വിണ്ട് പൊട്ടിയത്. ആകാശത്തെത്തുമ്പോൾ ആകാശമില്ലാതാവുന്നു, വീട്ടിലെത്തുമ്പോൾ വീടില്ലാതാവുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ നടന്നത്, കഴച്ചത്, കുഴഞ്ഞത്. വീടുപണി കഴിഞ്ഞപ്പോൾ വീടുപണി പഠിച്ചു. വീടുപണി കഴിഞ്ഞപ്പോൾ വീടുപണി പഠിച്ചു. പഠിച്ച് ചെയ്യുന്നതല്ല, ചെയ്ത് പിഴയ്ക്കുന്നതാണ് ജീവിതം എന്ന് നിലവിളിച്ച് അച്ഛൻ ചീന്തിയെറിഞ്ഞ പട്ടയം കൊണ്ട് ഞാനൊരു കളിയോടം ഉണ്ടാക്കി. അച്ഛൻ നട്ടതാണ് ഈ വീട്, അച്ഛന് നട്ടതാണ് ഈ വീട്. പിന്നെ ഒരു കാര്യം ചോദിച്ചൂടെ, ഈ നാടൻ പ്രയോഗങ്ങളും നാട്ടുഭാഷ എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. അതെൻ്റെ ഒരു പരിമിതി. ഞാൻ വേറൊരുപാട് സംഗതികളൊക്കെ ഉണ്ടായിട്ട് ഇത് മാത്രം സൂത്രത്തിൽ വെക്കണതല്ല. എനിക്ക് ആകപ്പാടെ നിശ്ചയമുള്ളത് എൻ്റെ നാട്ടുകാർ വർത്തമാനം പറയുന്ന ഭാഷ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ എൻ്റെ അച്ഛനോ എൻ്റെ തൊട്ടയൽക്കാരോ കൂടെയുള്ള കൃഷിക്കാരോ അവരൊക്കെ പറയുന്ന ആ ഒരു വാക്കല്ലാണ്ട് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കോളേജിൽ നിന്ന് ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല. ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടുമില്ല. ചോദിക്കൂ. മാഷെ, കറുത്തവറ്റെ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ അവതാരികയിൽ മാഷ് പറയുന്നുണ്ട്, ആരൊക്കെയോ വേവലാതിയോടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇനിയുള്ള കാലത്ത് കവിത ഉണ്ടാകുമോ? സർഗവ്യാപാരങ്ങൾ ഉണ്ടാകുമോ? ഈ ഭാഷ പോലും നിലനിൽക്കുമോ? ലോകത്തിൻ്റെ മുൻപിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച മലയാളത്വം ഇനിയും തുടരുമോ? ഈ ഭാഷ ഉണ്ടാക്കിയെടുത്ത അതിജീവനത്വരയും കുതറലും കിനാവും കാലത്തെ അതിജീവിക്കുമോ? മലയാളം അറിയാത്തതിൽ അഭിമാനിക്കുന്ന ബൊമ്മക്കുട്ടികൾ വളർന്നു വലുതാവുമ്പോൾ ഭാവന എന്നൊന്ന് ശേഷിക്കുമോ എന്നൊക്കെ. ഇത് ശരിക്കും ആരെങ്കിലും ആവലാതിയോടെ മാഷോട് ചോദിച്ചാൽ മാഷക്ക് എന്ത് ഉത്തരമാണ് പറയുക? മാഷ് എന്ത് ഉത്തരമായിരിക്കും പറയുക? അതിലെ മലയാളം സംസാരിക്കാത്ത ആ കുട്ടികളെ ബൊമ്മക്കുട്ടികൾ എന്നാണ് ഞാൻ വിശേഷിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരു പ്രയോഗം കൊണ്ട് വിശേഷിപ്പിച്ചതിൽ ഞാൻ മുഴുവൻ മലയാളികളോട് മാപ്പ് ചോദിക്കുന്നു. ആ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എൻ്റെ ഉള്ളിലുണ്ട്, മലയാളികളായ ഓരോ കവികളുടെയും ഉള്ളിലുണ്ട്. ഈ ഭാഷ നിൽക്കുമോ, കവിത നിൽക്കുമോ എന്നുള്ളത്. ഏറ്റവും ശരിയായ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ കവിതയില്ലാതെ മറ്റെന്താണ് ജീവിതത്തിൽ നിന്നാണ്. മാഷെ, ഒരു ചോദ്യം കൂടി. മാഷയുടെ കാവിശിക
എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി. കേരളത്തിലെ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ഒരു കൂട്ടം ആൾക്കാരെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഒരു ഇത്രയും പ്രഗത്ഭനായ മാഷ്ക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് സമയവും കാലവും ആരോഗ്യവും ഒക്കെ ഇതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായി മാഷ് ഈ കാവിശിക എന്ന ഗ്രൂപ്പിനെ ചേർത്ത് പിടിക്കുമ്പോൾ ആത്യന്തികമായി മാഷ് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് കാണുന്നത് എന്നുകൂടി ഒന്ന് പറയാം. കാവിശിക എന്നുള്ളത് എൻ്റെ കാവിശിക എന്നല്ല, ഇങ്ങനെയുള്ള ഏത് പരിപാടിയും എൻ്റെ മാത്രം ഒരു സ്വപ്നമല്ല, ഒരുപാട് പേരെ സ്വപ്നമാണ്. ഒരുപാട് പേര് ചേർന്നിട്ടാണ് കാവിശിക ഉണ്ടാവുന്നത്, ഒരുപാട് പേര് കൂടി ചേർന്ന് TLF ഉണ്ടാവുന്നത്, ഒരുപാട് പേര് ചേർന്നിട്ടാണ് വേറെ എന്ത് സഹൃദയവേദി ഉണ്ടാവുന്നത്. എല്ലാം പലരുടെയും കൂടിയാണ്, പലരുടെയും അധ്വാനം, പലരുടെയും കാര്യങ്ങൾ. കവികളെങ്കിലും കൂട്ടുവേണ്ടേ, കവികൾ ഒന്നിച്ചിരിക്കണ്ടേ എന്നൊരു വിചാരം കാവിശിക ഉൾപ്പെടെയുള്ള കവികളുടെ കൂട്ടായ്മകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ വളരെ ചെറുപ്പം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരാളാണ്. ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത്, വെക്കേഷൻ കാലത്തിൽ അടുത്തുള്ള എൻ്റെ പ്രായക്കാർ 7ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് വരെ, 4ാം ക്ലാസ് വരെ, ഇവരൊക്കെ കൂട്ടി ഒരു ഉണ്ണിപ്പര, കുട്ടികളുടെ ഒരു പെര ഉണ്ടാക്കി. അവിടെ ഞങ്ങൾ ഒരു നാടകം എഴുതി ഞങ്ങളൊക്കെ കൂടി ചേർന്ന് നാടകം കളിച്ചു. ആ നാടകം കളിക്ക് തൊട്ടപ്പുറത്ത് വീട്ടുകാരൊക്കെ വന്നിരുന്നു. അവരങ്ങനെ സഹിച്ചിരുന്നോ, പക്ഷെ ചെയ്തു. അന്ന് മുതൽ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, സംഘടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ്. ഒറ്റയ്ക്ക് നടക്കില്ല എവിടെയും. എൻ്റെ സ്കൂളിൽ SFI ഉണ്ടാക്കി ഞാനാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇങ്ങനെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ ഉടനീളം നിൽക്കുന്നുണ്ട്. ഞാനങ്ങനെ ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കണില്ല, ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിച്ചാണ് പോവുക എല്ലായ്പ്പോഴും. അതാണ് ഇപ്പോൾ കാവിശികയിൽ ഞാനുണ്ട്. അത് എൻ്റെ സ്വപ്നമൊന്നുമല്ല, എൻ്റെ കൂടി സ്വപ്നമാണ് കാവിശിക എന്നുള്ളത്. ആ സ്വപ്നത്തിലൊന്നും അതൊന്നും എത്തിയിട്ടില്ല കേട്ടോ. എങ്കിലും അത് കവികളുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ മുമ്പ് കേട്ട കവികളിൽ, വായിച്ച കവികൾ ആരാണ് ഹൃദയത്തിലുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം ഉണ്ടല്ലോ. അത് പല നേരത്ത് പലതിന് ഉത്തരം, പല നേരത്ത് പലതിന് അതിന് പറയാം. എങ്കിലും ആവർത്തിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് രാമപുരത്ത് വാര്യരാണ്. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും എന്നെഴുതിയതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഞാൻ ആലേഖനം ചെയ്തു വെച്ച ഞാൻ ഏറ്റവും വലിയ കവിതകളിലൊന്ന്. അത് അനുഭവിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്നുള്ളത്, ജീവിതത്തിൻ്റെ പരമമായ ദുഃഖം എന്നുള്ളത് അഭയമില്ലായ്മയാണ്. അത് കൂട്ടില്ലായ്മയാവാം, കൂടില്ലായ്മയാവാം, അന്നമില്ലായ്മയാവാം, വീടില്ലായ്മയാവാം, നാടില്ലായ്മയാവാം, ദേശമില്ലായ്മയാവാം, രാജ്യമില്ലായ്മയാവാം. ഇത് നമ്മുടെ കാലത്ത് അതാണ്. എന്താണ് നമ്മുടെ ഒരു കാലത്തിൻ്റെ തീം? അത് അഭയമാണ്, അഭയമില്ലായ്മയാണ്. ഈ കാര്യമാണ് എല്ലാ കവികളും എഴുതിയിട്ടുള്ളത് പല ഭാഷകളിൽ. നേരത്തെ ഞാൻ ഒരു വരി പറഞ്ഞു, സ്പന്ദിക്കുന്ന അസ്ഥിമാണത്തിൽ എന്തറിഞ്ഞുഹ ദൂരസ്ഥർ നിങ്ങൾ ഹന്ത ഇന്നതിന് ചിത്രരഹസ്യം എന്തറിഞ്ഞുഹ. അത് കൂട്ടില്ലായ്മയാണ്, അഭയമില്ലായ്മ തന്നെയാണത്. പട്ടിണി എന്നുള്ളത് പല വിധത്തിൽ നമ്മുടെ കവിതകളിലൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, ഏകാശിക്കുട്ടി. ഒരു ഏകാശി ദിവസമാണ് എൻ്റെ പെങ്ങൾ മരിച്ചത് എന്നുകൂടി ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. ഏകാശിക്കുട്ടിയെ നീറ്റല്ലേ കക്കേ, ഏകാശിയൊന്ന് കഴിഞ്ഞോട്ടെ, ഏകാശിക്കുട്ടിയെ കൊത്തല്ലേ കാക്കേ, ഏകാശിയൊന്ന് കഴിഞ്ഞോട്ടെ, വർഷക്കാലം വന്നാലേകാശി, വേനലുദിച്ചാലുമേകാശി, കുട്ടിക്കുണ്ടേകാശി, അച്ഛനുണ്ടേകാശി, അമ്മയ്ക്ക് നിത്യവുമേകാശി, വർഷക്കാലം വന്നാലേകാശി, വേനലുദിച്ചാലുമേകാശി, കുട്ടിക്കുണ്ടേകാശി, അച്ഛനുണ്ടേകാശി, അമ്മയ്ക്ക് നിത്യവുമേകാശി, എന്നും കള തന്നെ കൊയ്യുന്നു
എന്നും പതിരെ മെതിക്കുന്നു, എന്നും വിയർപ്പേ കുടിക്കുന്നു, ഇല്ലായ വല്ലായ മാറാപ്പ്. നെല്ലേ നെല്ലേ വരിനെല്ലെ ഉണ്ണിമുറത്തിൽ പറന്നേവ, പൊന്നോണം വന്ന് വിളിക്കുന്നു തുമ്പച്ചോറെ വാ വാ വാ. ഉണ്ണിക്കയ്യ് നിറഞ്ഞേവ, നല്ലൂരുളച്ചോറെ വാ വാ വാ. ഉണ്ണിയുടെ വായ വരളുന്നു, ഉണ്ണി വയറു പൊരിയും. അച്ഛൻ്റെ കീശയിലുമേകാശി, അമ്മയുടെ കയ്യിലുമേകാശി, കുഞ്ഞിക്കലത്തിലുമേകാശി, എന്നും അടുക്കളയിലേകാശി. തൂത്തിട്ടും പോണില്ലേകാശി, ആട്ടിട്ടും പോണില്ലേകാശി. ഏകാശി കാലം കടന്നു കിട്ടാൻ എന്ത് പോം വഴി ആരാനുമോദാമോ. തൂത്തിട്ടും പോണില്ലേകാശി, ആട്ടിട്ടും പോണില്ലേകാശി. ഏകാശിക്കാലം കടന്നു കിട്ടാനെന്തുപായം ആരാനുമോദാമോ. നമ്മുടെ സംഭാഷണം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവസാനത്തെ ഒരു കവിയോടും വായിക്കാം. മുല്ലനേഴിയാണ് എന്നെ അശോകന് കൈ പിടിച്ച് കൊണ്ട് നടന്നത്. മുല്ലമാഷി 22 or 23 വയസ്സ് പ്രായമുള്ള സമയത്താണ് ദേശാഭിമാനി സ്റ്റഡി സൈക്കിൾ തൃശ്ശൂർ ജില്ലാ കൺവീനറായത്. അത്യുജ്വലനായ സംഘാടകനാണ്. ഇവക അശോകൻ്റെയാണ്. എല്ലായിടത്തും പ്രവർത്തനം നടത്തി. അന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ചതാണ്. എഴുത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത് മുല്ലമാഷാണ്. വൈലോപ്പിള്ളി മാഷൻ്റെ ഗുരുനാഥനാണ്. ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു മാഷ്. അത്രയൊക്കെ പറഞ്ഞാൽ നിർത്താം. എനിക്ക് നാടകം കാണാൻ പോകണം. അപ്പം ഞാൻ അവസാനം ഒരു കവി കൂടി വായിക്കാം. അല്ല കാര്യം, നമ്മുടെ നാട്ടുകാരെയാണ് നാടകം. ഞാൻ 50 ആണ്ട് ഇപ്പുറം അമ്മായി നമ്മുടെ വീട്ടിലത്തെ ഒരാളാണ്. ഈ കവിതയിലുള്ളൊരു കഥാപാത്രം, ഈ കവിതയിൽ വരുന്നൊരാൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. 50 ആണ്ട് ഇപ്പുറവും അമ്മായി. സ്വപ്നത്തീ വന്നിട്ട് ആരോ ചിരിക്കാണ്, ആരോ കരയാണ്, ആരോ കിതയ്ക്കാണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്, 50 ആണ്ടപ്പുറത്തുനിന്നമ്മായി. സ്വപ്നത്തീ വന്നിട്ട് ആരോ ചിരിക്കാണ്, ആരോ കരയാണ്, ആരോ കിതയ്ക്കാണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്, 50 ആണ്ടപ്പുറത്തുനിന്നമ്മായി. തിലാമഴ പെയ്യാണ്, ചോരാണ് പെയ്യണ്, ഇടിവെട്ടുമ്പോലാരോ വാവിട്ടാലാറാണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്, 50 ആണ്ടപ്പുറത്തുനിന്നമ്മായി. ഉണ്ണീടടുത്തിരുന്നുണ്ണിയായി കളിക്കാണ്, മുത്തേന്ന് ചൊല്ലാണ്, മുത്തം കൊടുക്കാണ്. മുത്തിയിടടുത്തെത്തി മുത്തിയായി നടിക്കാണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്, 50 ആണ്ടപ്പുറത്തുനിന്നമ്മായി. അമ്മീമരയ്ക്കാണ്, ഒരലും മീടിക്കാണ്, ചേറിക്കോഴിക്കാണ്, ചാണം മെഴുകാണ്, ചട്ടി കഴുകാണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്, 50 ആണ്ടപ്പുറത്തുനിന്നമ്മായി. പിള്ളാരെ തോർത്താണ്, പാല് കറക്കാണ്, തൈര് കടയാണ്, മുറ്റമടിക്കാണ്, ചീര പറിക്കാണ്, തവിടങ്ങ് ചേറാണ്, കല്ല് കളയാണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്, 50 ആണ്ടപ്പുറത്തുനിന്നമ്മായി. പുളിമാങ്ങ തിന്നാണ്, ഓക്കാനിച്ചോടാണ്, വയറി തലോടാണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്, 50 ആണ്ടപ്പുറത്തുനിന്നമ്മായി.
ഉണ്ണി കരയുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടൻ കയ്യിൽ തന്നിട്ട് നോക്കണേ കാക്കണേ എന്നു പറഞ്ഞിട്ട് മൂക്കുണ്ട് ചീറ്റണ് മുണ്ടി തുടയ്ക്കാണ് 50 ആണ്ടപ്പുറത്ത് നമ്മായി. പേറ്ററെ കയറണ് വാതിലടയ്ക്കണ് അങ്ങോട്ടോടാണ് ഇങ്ങോട്ടോടാണ് മുക്കണ് മൂളണ് ഞെളിപിരി കൊള്ളണ് പേറ്റത്തി എത്തണ് ഇടിവെട്ടി പെയ്യണ് കുഞ്ഞുണ്ട് പോരണ ചോരയുണ്ടൊഴുകണ് തലാമഴ പെയ്യണ് ചോരയുണ്ടൊഴുകണ് പിള്ളേനിടുക്കണ് തലാമഴ പെയ്യണ് തള്ളേനടക്കണ് ഞെളിപിരി കൊള്ളണ് പേറ്റത്തി എത്തണ് ഇടിവെട്ടി പെയ്യണ് ചോരയുണ്ടൊഴുകണ് തലാമഴ പെയ്യണ് ചോരയുണ്ടൊഴുകണ് പിള്ളേനിടുക്കണ് തലാമഴ പെയ്യണ് തള്ളേനടക്കണ്. ഉണ്ണി കരയാണ് മുത്തി കരയാണ് വീട്ടാരലറണ് നാട്ടാർ വിതുമ്മണ് കാണാണ്ട് കേക്കാണ്ട് മൂക്കൊന്നു ചീറ്റാണ്ട് മുണ്ടി തുടയ്ക്കാണ്ട് 50 ആണ്ടപ്പുറത്ത് നമ്മായി 50 ആണ്ടിപ്പുറം അമ്മായി. പരിപാടി അവസാനിച്ചു.